പെൺകുട്ടികൾക്ക് ജോലിയും വിദ്യാഭ്യാസവും ഒന്നും പറഞ്ഞിട്ടുള്ളവരല്ല. അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരാണ്. അവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ തൊഴിലോ ചെയ്യേണ്ടവരല്ല പെൺകുട്ടികൾ എന്ന് പറഞ്ഞത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതും ബീഹാറിൽ മിഥിലേഷ് തിവാരി എന്നാണ് പേര്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ആദരിക്കാൻ എന്താണ് ഇതിനെക്കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം? അപ്പം ഭരണഘടനയെ സത്യം ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റത്. അതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അവകാശവും പഠിക്കാനുള്ള അവകാശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അത് മനസ്സിലാക്കി വന്ന ഒരാൾ പറയുന്നത് സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ്, അവർക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നാണ്. അതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പം ബീഹാർ എന്ന് പറയുന്നത് സാക്ഷരതയിൽ ഏറ്റവും താഴെ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അപ്പം ഇനി അവിടുത്തെ മിക്കവരും സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾ ഇനി അവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്ന് പറയുമ്പം അവർക്ക് പിന്നെയും സാക്ഷരതയിൽ താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അവിടുത്തെ സാക്ഷരത മുകളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. ഇപ്പം ഇതിലൂടെ താഴോട്ട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. സ്ത്രീകൾ ഐശ്വര്യം ആണ്, വീട്ടിലിരിക്കേണ്ടവരാണ്, അവർക്ക് പുറത്തോട്ട് പോകണ്ട എന്ന് തന്നെയാണ്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രസിഡന്റ് വരെ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ദ്രൗപദി മുർമു. അതെ, എന്നിട്ട് അതുപോലും അദ്ദേഹം അതൊന്നും ചിന്തിക്കില്ല. അല്ല, അവരോട് ഈ മന്ത്രി പറയാൻ ധൈര്യപ്പെടുമോ? അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയാൻ ധൈര്യപ്പെടുമോ? ഇനി പ്രധാനമന്ത്രി ആണുങ്ങൾ ഭരിച്ചാൽ മതി, പ്രധാനമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാൽ മതി എന്ന് പറയാൻ ധൈര്യപ്പെടുമോ? ഇല്ല. അതേപോലെ BJP-യുടെ നേതാവാണ് ഇത് പറഞ്ഞതുള്ളതാണ്. ചിലപ്പം സ്ത്രീകൾക്ക് ഇനി വിദ്യാഭ്യാസം നൽകിയാൽ ഇനി BJP അവിടെ ഭരണത്തിൽ വരില്ലേ എന്ന് പേടിച്ചാണോ എന്തോന്നും അറിയില്ല. പ്രധാനമന്ത്രി പെൺകുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി. എന്നിട്ട് പോലും അതിന്റെ ഒരു നേതാവ്, BJP-യുടെ ഒരു നേതാവ് തന്നെയാണ് ഇത് പറഞ്ഞതുള്ളത്. നേതാവല്ല, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് അതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ചൈനയോ പാകിസ്ഥാനെയോ ഒന്നും അല്ല ഇന്ത്യ ഭയക്കേണ്ടത്, ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് സത്യമായിട്ടൊരു കാര്യമാണ്. കാരണം പണ്ടത്തെ ഇത് 21-ാം നൂറ്റാണ്ടായി, എന്നിട്ടും പണ്ടത്തെ ചിന്താഗതിയിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ഈ മിഥിലേഷ് തിവാരി മാത്രമല്ല, ഒരുപാട് നേതാക്കൾ നമുക്കിതുപോലെ സ്ത്രീകൾക്ക്. ഇതിലെ വൻ കോമഡി എന്താന്ന് വെച്ചാൽ, നിതീഷ് കുമാറിന്റെ ബീഹാറിലെ കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയായി. ഒരു ദേശീയഗാനം പോലും മര്യാദയ്ക്ക് ചൊല്ലാൻ അറിയാത്ത ഒരു ആളാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നതാണ് അതിന്റെ മറ്റൊരു വിരോധാഭാസം. വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെ പറയാം. അതല്ല, ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരാൾ പോലും ഇതുപോലെ പറയരുതാത്തൊരു കാര്യമാണ് ഇപ്പൊ ഈ ഒരു സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. അത് നമ്മൾ UPSC റിസൾട്ട് വരുമല്ലോ, അപ്പോൾ അതില് ഏറെ ഭൂരിഭാഗം പെൺകുട്ടികളും വരുന്നത് നമ്മുടെ ഈ നോർത്ത് സ്റ്റേറ്റുകളിൽ നിന്നാണ്. ഇപ്പോൾ UP ആവട്ടെ, ബീഹാർ ആവട്ടെ, അല്ലെങ്കിൽ ഒഡീഷ, അതുപോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് സിവിൽ സർവീസിന് റാങ്ക് വാങ്ങുന്ന ഒരുപാട് ഇത് നമ്മൾ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട്, അത് ഈ നോർത്തിലേക്ക് പോകുന്തോറും ഈ സാക്ഷരതയും ബോധവും വിവരവും കുറഞ്ഞു വരികയാണെന്നുള്ളത്. അല്ല, അതിനെ സംബന്ധിച്ച് നമ്മൾ ഈ തെന്നിന്ത്യൻ എന്നുള്ള ഒരു സംസ്ഥാനങ്ങളെ ഏറെ ഫാർ ബെറ്റർ ആണ്. കൂടുതലും അവിടെ ഉള്ളവർക്ക് സാക്ഷരത വിദ്യാഭ്യാസത്തേക്കാൾ വലുത് ദൈവവും മതവും ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളിൽ അടിസ്ഥാനപ്പെട്ടങ്ങ് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറയുന്നതിലാണ് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത്. അത് ഒരു ഭരണാധികാരിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞതിൽ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ശരിക്കും. അല്ല, അതിനെ തിരിച്ചു കണ്ട ഇതല്ല, അത് ഗൗരവമായിട്ട് തന്നെ കാണണം. എന്തിനേറെ പറയുന്നു, ഈ പശുവിനെ അമ്മയായിട്ട് കാണുന്നു, മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു, എന്നിട്ട് പെൺകുട്ടികളെ വീട്ടിലിരിക്കാൻ പറയുന്നു. എന്നിട്ട് എന്തൊക്കെയാണ് ഇവർ ആലോചിച്ച് കൂട്ടുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഇപ്പൊ പല മേഖലകളിലും സ്ത്രീകൾ ഉയർന്നു വരികയാണ്. ക്രിക്കറ്റിലായാലും എല്ലാ ഇതിലും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് പോകും, മെച്ചപ്പെട്ട് അവരുടെ ജീവിതം മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇങ്ങനൊരു വാക്ക് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി വീട്ടിലിരിക്കൂ, പഠിക്കാൻ പോകണ്ട എന്ന്. അല്ല, ഇതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വീട്ടിലിരുന്നാൽ മതി, പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ മതി, പുറത്തു പോകണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പേരിലുള്ള ഒരു വനിതാ ക്രിക്കറ്റ് ടീം, ഒരു ചാമ്പ്യന്മാർ, അല്ലെങ്കിൽ ഇതുപോലെ
സാനിയ മിർസ അല്ലെങ്കിൽ ഇതുപോലെ മേരി കോം അല്ലെങ്കിൽ ഓരോ ആക്ട്രസ് ഇവരൊന്നും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിയിരുന്നാൽ മതിയെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇവരാരും ഇപ്പം മുന്നോട്ട് വരികയില്ല, വെളിച്ചത്ത് വരികയില്ല. അപ്പോൾ ഈ ഒരു ചിന്താഗതി ഇപ്പം വളർന്നു വരുന്ന കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും പഴയ കാലത്തിന്റെ അവസ്ഥ വീണ്ടും നമുക്കുണ്ടാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അല്ല, ഇവരൊക്കെ ഇതെങ്ങനെ ജയിച്ചു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അതായത് ഈ ജാതി മതം അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കഴിവതും ഈ നോർത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തകർ ജയിച്ചു പോകുന്നത്. ജാതിയും മതത്തിന് നൽകുന്നതിന്റെ പകുതി ഇതുപോലും വിദ്യാഭ്യാസത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് തമാശയായിട്ട് കാണേണ്ടത്. എന്നിട്ട് ഇതുപോലുള്ള നേതാക്കന്മാരാണ് നമ്മുടെ കേരളത്തെ സൊമാലിയ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതിലും മികച്ചൊരു തമാശ. കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിയായത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഇരട്ടി ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഉള്ളവർക്ക് ഈ 100% സാക്ഷരത എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിലും ശരിക്കും നമുക്ക് സാക്ഷരത ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒരു മന്ത്രിമാരും നമ്മുടെ ഇടയിൽ വരുത്തില്ല. അതല്ല, നമ്മുടെ കേരളത്തിനെ കുറിച്ച് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ ഒരു കമന്റിനെ എടുത്തുകൊടുത്ത മലയാളികളാണ് ഇവിടെ ഉള്ളത്. അവർക്കൊക്കെ ഇതിനെ കിട്ടിയാ പിന്നെ വെറുതെ വിടുവോ? ഇപ്പൊ ഇവിടെ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇരട്ടി പ്രതിഷേധമായേനെ. ആ പോസ്റ്റിൽ കാണാമായിരുന്നു, കമന്റിന്റെ ബഹളമാണ്. ഇയാള് താനെന്തരാ അവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത്. പിന്നെ BJP കാരനല്ലേ, സ്വാഭാവികമാണ് ഇത് പറയും എന്ന രീതിയിലാണ് മറ്റു കമന്റുകളും പോകുന്നത്. നമ്മളുടെ രാഷ്ട്രം കണ്ട ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഉരുക്കു വനിത. അതെ, ഇന്ദിരാഗാന്ധി ഒരിക്കൽ നിങ്ങളൊരു പുരുഷനെ ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇൻസൾട്ടായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു ഇതാണ് നമുക്കുള്ളത്. അതും പണ്ട് കാലത്ത് ഈ സ്ത്രീകൾ അധികം മുന്നോട്ട് വരാതിരുന്ന കാലത്തായിരുന്നു. അപ്പം ഇപ്പോൾ സ്ത്രീകളെല്ലാം മെച്ചപ്പെട്ട് പഠിക്കുന്നതിലും എല്ലാ കാര്യത്തിലും മുന്നോട്ട് വന്നിരിക്കുന്ന സമയത്താണ് പഴയ ചിന്താഗതിയുമായിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ പല ഭരണസിരാ കേന്ദ്രങ്ങളിലും തലപ്പത്തിരിക്കുന്നത് കൂടുതൽ പ്രോബബ്ലി ഇതാണ്, വനിതകളാണ്. അതൊന്നും കാണാതെയാണ് ഈ മന്ത്രിയുടെ ഈ പൊട്ടക്കിണറ്റിലെ തവളയുടെ ഒരു പ്രസ്താവനയായിട്ട് ഇറങ്ങിയത്. അതെ, സ്ത്രീകൾ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, പക്ഷെ ആ വെളിച്ചം പുറത്തോട്ട് പോകണ്ട, അത് വീടിന്റെ അകത്ത് തന്നെ അടച്ചിരുന്നു എന്നുള്ളൊരു മൈൻഡാണ് അങ്ങേർക്കുള്ളത്. ഒരുപക്ഷെ ആ മന്ത്രിയുടെ വീട്ടില്, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളെ ഇതുപോലെ വിദ്യാഭ്യാസമില്ലാതെ വീട്ടിലിട്ട് അടച്ച് ആ ഐശ്വര്യത്തെ അടച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ശരി, അംഗീകരിക്കാം. അത് അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹത്തിന് പുറത്തു വിടാൻ താല്പര്യം ഇല്ലെങ്കിൽ പുറത്തു വിടണ്ട, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. മറ്റുള്ളവരുടെ കാര്യം തീരുമാനിക്കാൻ ഇദ്ദേഹം ആരാണ്, അല്ലേ? വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, അവിടുത്തെ മിക്ക മന്ത്രിമാരുടെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. ഒരു പീഡനത്തിനിരയായ ഒരു കുട്ടിയുടെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിമാർ ആദ്യം പറയുന്നത് എന്തിനു പുറത്തോട്ട് ഇറങ്ങി, എന്തിനാ കുട്ടികളെ പുറത്തോട്ട് വിട്ടു എന്നാണ്. രാത്രി 12-ന് ശേഷം അസമയം എന്ന് പറയുന്ന ഒരു സമൂഹം. അതെ, സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടാണ് പീഡനം നടക്കുന്നത് ചിന്തിക്കുന്ന ജനങ്ങളും ഉണ്ട്, നേതാക്കന്മാരും ഉണ്ട്. അവിടുന്ന് ഇത്തരത്തിലൊരു കമന്റ് വന്നതിൽ അത്ഭുതപ്പെടാനോ രോക്ഷം കൊള്ളാനോ ഒരു കാര്യവുമില്ല. അവരുടെ ചിന്താഗതി അത്രേ ഉള്ളൂ. അത് എത്ര നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാലും അത്രേ ഉള്ളൂ. ശരിക്കും BJP അല്ലേ എന്ന് പറയുമ്പോൾ തമാശയായിട്ട് തോന്നുന്നല്ലേ. കേരളത്തിൽ BJP വരണ്ടെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള പ്രധാന ഒരു കാരണം കൂടിയായി വന്നിത്. ഇതൊരു കാരണമായി നമുക്ക്. ഇതേ ഒരു ലെവലിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളൊരു മറ്റൊരു സത്യം. ഇപ്പോ നമ്മുടെ സാമ്പത്തിക തളർച്ച, അതിനുവേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ, വളരെ മികച്ച കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഇനി 1 വർഷത്തേക്ക് സ്വർണ്ണമൊന്നും വാങ്ങിക്കാൻ പോകരുത്, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷ്യ ഓയിൽ ഒഴിവാക്കി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അതെ. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതുപോലത്തെ ചെലവുകൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മറ്റു മന്ത്രിമാരോട് ആഹ്വാനം ചെയ്തുകൂടെ, ഇതുപോലെ നിങ്ങളുടെ ചിലവുകൾ, ഔദ്യോഗിക ചിലവുകൾ വെട്ടിച്ചുരുക്കി സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നില്ല? ഇന്നൊരു വാർത്തയിൽ കണ്ടിരുന്നു, അവിടുത്തെ എന്തോ ഒരു മന്ത്രി 5-6 വാഹനങ്ങളിൽ അകമ്പടിയോടെ പോയി. അവർക്കൊന്നും ഇതൊന്നും ബാധകമല്ല. സാധാരണക്കാർ സ്വർണം വാങ്ങരുത്, വീട്ടിൽ ഇരുന്ന് പണിയെടുക്കണം, ഭക്ഷ്യസാധനങ്ങളുടെ അളവ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതിന് പകരം നമ്മൾ അത് ഉപയോഗിക്കുന്നത് നിർത്തുക. അത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിലൊരു പരാജയം തന്നെയാന്ന് പറയാം ഒരു ഭരണാധികാരിയിൽ വെച്ച്. വൻ പരാജയമാണ്.